അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5ാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ 1ാമത്തെ പാഠം, അദ്ദർസുൽ അവ്വൽ, പാഠം 1, അൽ അഹ്കാമുദ്ദീനിയ. അൽ അഹ്കാമുദ്ദീനിയ, ദീനിയായ വിഷയങ്ങളുടെ അഥവാ ശരീഅത്ത് നിയമങ്ങളുടെ വിധികൾ. ഇതാണ് പാഠത്തിൻ്റെ പേര്. നമുക്ക് ഈ പാഠത്തിലൂടെ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ എന്ത് നോക്കാം. സമ്പൂർണവും പരിശുദ്ധവുമായ ഇസ്ലാമിക ശരീഅത്തിൻ്റെ വിധികൾക്കാണ് അൽ അഹ്കാമുദ്ദീനിയ എന്ന് പറയുന്നത്. സമ്പൂർണവും പരിശുദ്ധവുമായ ഇസ്ലാമിക ശരീഅത്തിൻ്റെ വിധികൾക്കാണ് അൽ അഹ്കാമുദ്ദീനിയ എന്ന് പറയുന്നത്. അത് 5 1. വാജിബ്. ഇതിന് ഫർള് എന്നും പറയപ്പെടും. ചെയ്താൽ കൂലിയുള്ളത്, ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളത്. വാജിബ് എന്നാൽ ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതുമാണ്. ഇതിന് ഫർള് എന്നും പറയപ്പെടുന്നു. ഫർള് 2 വിധമാണ്. ഫർള് 2 വിധമാണ്. ഒന്ന് ഫർളുൽ ഐന്, ഒന്ന് ഫർളുൽ ഐന്. ഓരോ വ്യക്തിക്കും നിർബന്ധമായതാണ് ഫർളുൽ ഐൻ. ഓരോ വ്യക്തിക്കും നിർബന്ധമായതാണ് ഫർളുൽ ഐൻ. ഉദാഹരണം, 5 വക്ത് നിസ്കാരം, റമളാനിലെ നോമ്പ്. 5 വക്ത് നിസ്കാരം ഓരോ വ്യക്തിക്കും നിർബന്ധമായതാണ്. റമളാനിലെ നോമ്പ് ഓരോ വ്യക്തിക്കും നിർബന്ധമായതാണ്. 2 ഫർളുൽ കിഫായ. 2 ഫർളുൽ കിഫായ. സമൂഹത്തിൽ ഒരാൾ ചെയ്താൽ മതിയാകും. അതാണ് ഫർളുൽ കിഫായ. സമൂഹത്തിൽ ഒരാൾ ചെയ്താൽ മതിയാകും. ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും. ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും. ഉദാഹരണം, മയ്യിത്ത് നിസ്കാരം. ഉദാഹരണം, മയ്യിത്ത് നിസ്കാരം. ചോദ്യം 2, ചോദ്യമല്ല, അഹ്കാമുദ്ദീനിയയിലെ 2ാമത്തേത് അൽ ഹറാം എന്നുള്ളതാണ്. അഹ്കാമുദ്ദീനിയയിലെ 2ാമത്തെ ഭാഗം ഹറാം. 1ാമത് നമ്മൾ വാജിബിനെ കുറിച്ച് പറഞ്ഞു, വാജിബിൻ്റെ വിശദീകരണം പറഞ്ഞു. വാജിബിന് ഫർള് എന്ന് പേരുണ്ട്. വാജിബ് 2 വിധമാണ്, അഥവാ ഫർള് 2 വിധമാണ്. ഫർള് ഐന്, ഫർള് കിഫായ. ഇനി നമുക്ക് 2ാമത് പറയാനുള്ളത് ഹറാം. ഹറാമിനെ കുറിച്ചാണ് പറയാനുള്ളത്. എന്താണ് ഹറാം എന്ന് പറഞ്ഞാൽ? ചെയ്താൽ ശിക്ഷയുള്ളത്, ഒഴിവാക്കിയാൽ കൂലിയുള്ളത്. ചെയ്താൽ ശിക്ഷയുള്ളതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതുമാണ് ഹറാം. ഉദാഹരണം, മദ്യപാനം, കളവ് പറയൽ. മദ്യപാനം ഉപേക്ഷിച്ചാൽ കൂലിയുണ്ട്, ചെയ്താലോ ശിക്ഷയുണ്ട്. കളവ് പറയൽ ചെയ്താലോ ശിക്ഷയുണ്ട്, ഒഴിവാക്കിയാലോ കൂലിയുള്ളതാണ്. 3ാമത്തേത് സുന്നത്ത്. അഹ്കാമുദ്ദീനിയയിലെ 3ാമത്തേത് സുന്നത്ത്. മന്ദൂബ്, മുസ്തഹബ്, നഫില്, തതവ്വു എന്നും ഇതിന് പേരുകളുണ്ട്. സുന്നത്തിന് മറ്റുള്ള പേരുകളാണ് മന്ദൂബ്, മുസ്തഹബ്, നഫില്, തതവ്വു. നമ്മൾ നേരത്തെ ഫർളിന് മറ്റൊരു പേര് പറഞ്ഞതാണ് വാജിബ്. അതുപോലെ സുന്നത്തിന് മറ്റുള്ള പേരാണ് മന്ദൂബ്, മുസ്തഹബ്, നഫില്, തതവ്വു. ചെയ്താൽ കൂലിയുള്ളത്, ഉപേക്ഷിച്ചാൽ ശിക്ഷ ഇല്ലാത്തത്. ചെയ്താൽ കൂലിയുണ്ട്, ഉപേക്ഷിച്ചാൽ ശിക്ഷ ഇല്ലാത്തതാണ് സുന്നത്ത്. ഉദാഹരണം, സലാം പറയൽ. സലാം പറയൽ സുന്നത്താണ്, ചെയ്താൽ കൂലിയുണ്ട്, ഉപേക്ഷിച്ചാലോ ശിക്ഷ ഇല്ല. മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്, ചെയ്താൽ കൂലിയുണ്ട്, ഉപേക്ഷിച്ചാൽ ശിക്ഷ ഇല്ലാത്തതാണ്. 4 കറാഹത്ത്. ചെയ്താൽ ശിക്ഷയില്ലാത്തത്, ഉപേക്ഷിച്ചാൽ കൂലിയുള്ളത്. ചെയ്താൽ ശിക്ഷയില്ല, ഉപേക്ഷിച്ചാലോ കൂലിയുണ്ട്. ഉദാഹരണം, വലതുഭാഗത്തേക്ക് തുപ്പൽ. വലതുഭാഗത്തേക്ക് തുപ്പൽ കറാഹത്താണ്, അത് ചെയ്താൽ ശിക്ഷയില്ല, പക്ഷേ അത് ഉപേക്ഷിച്ചാലോ കൂലിയുണ്ട്. നിസ്കാരത്തിൽ തല തുറന്നിടൽ. നിസ്കാരത്തിൽ തല തുറന്നിടൽ കറാഹത്താണ്, അത് ചെയ്താൽ ശിക്ഷയില്ല, പക്ഷേ ഉപേക്ഷിച്ചാൽ കൂലിയുണ്ട്. അഥവാ നിസ്കാരത്തിൽ തല തുറന്നിടൽ ഉപേക്ഷിക്കുക, തല മറക്കുക എന്നർത്ഥം. അപ്പോൾ കൂലിയുള്ള കാര്യമാണ് തല മറക്കുക എന്നുള്ളത്. 5 ഹലാൽ. ഇതിന് മുബാഹ് എന്നും പേരുണ്ട്. ഹലാൽ എന്നതിനുള്ള മറ്റൊരു പേരാണ് മുബാഹ്. ഫർദിന് മറ്റൊരു പേരാണ് വാജിബ്.
ഹലാലിന് മറ്റൊരു പേരാണ് മുബാഹ്. ചെയ്താലും ഉപേക്ഷിച്ചാലും കൂലിയോ ശിക്ഷയോ ഇല്ലാത്തത്, ഇതാണ് ഹലാൽ. ചെയ്താലും ഉപേക്ഷിച്ചാലും കൂലിയുമില്ല ശിക്ഷയുമില്ല, ഇതാണ് ഹലാൽ. ഉദാഹരണം, വില കൂടിയ ഭക്ഷണം കഴിക്കൽ. വില കൂടിയ ഭക്ഷണം കഴിക്കൽ ഹലാലാണ്. അത് ചെയ്താൽ കൂലിയോ അല്ലെങ്കിൽ ഉപേക്ഷിച്ചാൽ അതിന് ശിക്ഷയോ അങ്ങനെ ഒന്നും ഇല്ലാത്തതാണ്. ചെയ്താലും ഉപേക്ഷിച്ചാലും കൂലിയോ ശിക്ഷയോ ഇല്ലാത്തതാണ്. വില കൂടിയ ചെരുപ്പ് ധരിക്കൽ, അതുപോലെ വില കൂടിയ ചെരുപ്പ് ധരിക്കലും ഹലാലാണ്. ചെയ്താലോ ഉപേക്ഷിച്ചാലോ കൂലിയോ ശിക്ഷയോ ഇല്ലാത്തതാണ്. നമുക്ക് തദ്രീബാത്തിലേക്ക് അടുക്കാം. തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം അജിബ് അനിൽ അസ്ഇലത്തി താലിയ, താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതാണ്. താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതാണ്. ചോദ്യം 1, അൽ അഹ്കാമുദ്ദീനിയ എത്ര ഏവ. അൽ അഹ്കാമുദ്ദീനിയ എത്ര ഏവ അഥവാ ദീനി വിധികൾ എത്ര ഏവ എന്നുള്ളതാണ്. ഉത്തരം അൽ അഹ്കാമുദ്ദീനിയ 5 എണ്ണമാണ്. അഹ്കാമുദ്ദീനിയ 5 എണ്ണമാണ്. വാജിബ്, ഹറാമ്, സുന്നത്ത്, കറാഹത്ത്, ഹലാൽ. വാജിബ്, ഹറാം, സുന്നത്ത്, കറാഹത്ത്, ഹലാൽ എന്നിവയാണ് ആ 5 എണ്ണം. ചോദ്യം 2, ഫർളുൽ ഐന് എന്നാൽ എന്ത്. ഫർളുൽ ഐന് എന്നാൽ എന്ത്. ഉത്തരം ഓരോ വ്യക്തിക്കും നിർബന്ധമായതാണ്. ഓരോ വ്യക്തിക്കും നിർബന്ധമായതാണ് ഫർളുൽ ഐന്. ഉദാഹരണം, 5 വക്ത് നിസ്കാരം, റമളാനിലെ നോമ്പ്. 5 വക്ത് നമസ്കാരവും റമളാനിലെ നോമ്പും ഓരോ വ്യക്തിക്കും നിർബന്ധമായതാണ്. അതാണ് ഫർളുൽ ഐൻ. ചോദ്യം 3, ഫർളുൽ കിഫായ എന്നാൽ എന്ത്. ഫർളുൽ കിഫായ എന്നാൽ എന്ത്. ഉത്തരം സമൂഹത്തിൽ ഒരാൾ ചെയ്താൽ മതിയാകുന്നതാണ് ഫർളുൽ കിഫായ. ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും. ഉദാഹരണം, മയ്യിത്ത് നിസ്കാരം. മയ്യിത്ത് നിസ്കാരം ഫർള് കിഫായയാണ്. സമൂഹത്തിൽ ആരെങ്കിലും ഒരാൾ ചെയ്താൽ അത് എല്ലാവർക്കും മതിയായതാണ്. ഇനി ഒരാളും ചെയ്തില്ലെങ്കിലോ എല്ലാവരും കുറ്റക്കാരാകുന്നതാണ്. ചോദ്യം 4, ചെയ്താൽ ശിക്ഷ ലഭിക്കുന്നത് ഏതാണ്. ചെയ്താൽ ശിക്ഷ ലഭിക്കുന്നത് ഏതാണ്. ഉത്തരം ഹറാം. ചെയ്താൽ ശിക്ഷ ലഭിക്കുന്നതാണ് ഹറാം. 5, സുന്നത്ത് എന്നാൽ എന്ത്. സുന്നത്ത് എന്നാൽ എന്ത്. ഉത്തരം ചെയ്താൽ കൂലിയുള്ളത് ഉപേക്ഷിച്ചാൽ ശിക്ഷ ഇല്ലാത്തത്. ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷ ഇല്ലാത്തതുമാണ്. 6, ഹലാലിൻ്റെ മറ്റൊരു പേരെന്ത്. ഹലാലിൻ്റെ മറ്റൊരു പേര് എന്ത്. ഉത്തരം മുബാഹ്. ഉത്തരം മുബാഹ്. ചോദ്യം 7, വാജിബിൻ്റെ നിർവചനം എന്ത്. വാജിബിൻ്റെ നിർവചനം എന്ത്. ഉത്തരം ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതും. ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷ ഉള്ളതുമാണ് വാജിബ്. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം അന്നശാത്തു തത്ബീഖി അഥവാ പ്രാക്ടിക്കൽ പ്രവർത്തനങ്ങളാണ്. പ്രാക്ടിക്കൽ പ്രവർത്തനത്തിൽ നമുക്ക് നോക്കാം. നമ്മുടെ പ്രവർത്തികൾ വിലയിരുത്തി 5 വിധികളിൽ ഓരോന്നിനോട് യോജിക്കുന്നവയുടെ ഉദാഹരണങ്ങൾ ഉസ്താദിൻ്റെ സഹായത്തോടെ വേർതിരിച്ച് എഴുതുക എന്നുള്ളതാണ്. നമുക്കിവിടെ അടുത്ത പേജിൽ ചില ഉദാഹരണങ്ങളും നമുക്ക് കാണാൻ കഴിയും. എ, ബി 2 കോളങ്ങളിലായിട്ടാണ് ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ളത്. അതിൽ നമുക്ക് നോക്കാം. 1, ഫർളുൽ ഐൻ. അതിൻ്റെ ഉദാഹരണമാണ് റമളാനിലെ നോമ്പ്. ഫർളുൽ ഐന് റമളാനിലെ നോമ്പ്. 2, ഫർളുൽ കിഫായ. ഫർളുൽ കിഫായയുടെ ഉദാഹരണമാണ് മയ്യിത്ത് നിസ്കാരം. ഫർളുൽ കിഫായ മയ്യിത്ത് നിസ്കാരം. 3, ഹറാം. ഹറാമിൻ്റെ ഉദാഹരണമാണ് മദ്യപാനം. ഹറാമ് മദ്യപാനം. 4, സുന്നത്ത്. സുന്നത്തിൻ്റെ ഉദാഹരണമാണ്
സലാം പറയൽ, സുന്നത്ത് സലാം പറയൽ. 5 കറാഹത്ത്. കറാഹത്തിൻ്റെ ഉദാഹരണമാണ് വലതുവശത്തേക്ക് തുപ്പൽ. വലതുവശത്തേക്ക് തുപ്പൽ കറാഹത്താണ്. 6 ഹലാൽ. ഹലാലിൻ്റെ ഉദാഹരണമാണ് വില കൂടിയ ചെരുപ്പ് ധരിക്കൽ. ഹലാലാണ് വില കൂടിയ ചെരുപ്പ് ധരിക്കൽ. നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5ാം ക്ലാസ്സിലെ ഫിഖഹിൻ്റെ 2ാമത്തെ പാഠം അദ്ദർസു സാനി. പാഠം 2 അഹമ്മിയത്തു സ്വലാത്ത്. നിസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ പാഠത്തിലൂടെ പ്രതിപാദിക്കുന്നത്. നമുക്ക് പാഠഭാഗവും ശേഷം തദ്രീബാത്തും കൂടി നോക്കാം. നിസ്കാരം മുസ്ലിമിൻ്റെ ശാരീരികമായ മഹത്തായ ഇബാദത്താകുന്നു. നിസ്കാരം മുസ്ലിമിൻ്റെ ശാരീരികമായ മഹത്തായ ഇബാദത്താകുന്നു. പ്രായപൂർത്തിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമും ബുദ്ധി നിലനിൽക്കുന്ന കാലം മുഴുവനും നിസ്കരിക്കൽ വാജിബാണ്. പ്രായപൂർത്തിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമും ബുദ്ധി നിലനിൽക്കുന്ന കാലം മുഴുവനും നിസ്കരിക്കൽ വാജിബാണ്. സമയമായാൽ ഉടനെ നിസ്കരിക്കണം. അല്ലെങ്കിൽ സമയം കഴിയും മുമ്പ് നിസ്കരിക്കുമെന്ന് ഉറപ്പിച്ച് കരുതണം. സമയമായാൽ ഉടനെ നിസ്കരിക്കണം. അല്ലെങ്കിൽ സമയം കഴിയും മുമ്പ് നിസ്കരിക്കുമെന്നുള്ള ഉറപ്പ് വേണം. ഇവ രണ്ടിലൊന്ന് പാലിച്ചില്ലെങ്കിൽ കാരണമുണ്ടായിട്ട് നിസ്കാരം നഷ്ടപ്പെട്ടാലും അവൻ കുറ്റക്കാരനാകും. ഇവ രണ്ടിലൊന്ന് പാലിച്ചില്ലെങ്കിൽ കാരണമുണ്ടായിട്ട് നിസ്കാരം നഷ്ടപ്പെട്ടാൽ അവൻ കുറ്റക്കാരനാകും. നിസ്കരിക്കുന്നതിന് തടസ്സങ്ങളുണ്ടായാൽ ചെയ്യേണ്ടവ. നിസ്കരിക്കുന്നതിന് തടസ്സങ്ങളുണ്ടായാൽ ചെയ്യേണ്ടത്: ചുരുങ്ങിയ രൂപത്തിൽ നിസ്കരിക്കാൻ സമയം ലഭിച്ച ശേഷം ഭ്രാന്ത്, ബോധക്ഷയം, ഹൈള്, നിഫാസ് തുടങ്ങിയ തടസ്സങ്ങളുണ്ടായാൽ ആ നിസ്കാരം ഖളാ വീട്ടൽ നിർബന്ധമാണ്. ചുരുങ്ങിയ രൂപത്തിൽ നിസ്കരിക്കാൻ സമയം ലഭിച്ച ശേഷം ഭ്രാന്ത്, ബോധക്ഷയം, ഹൈള്, നിഫാസ് തുടങ്ങിയ തടസ്സങ്ങളുണ്ടായാൽ ആ നിസ്കാരം ഖളാ വീട്ടൽ നിർബന്ധമാണ്. തടസ്സങ്ങൾ നീങ്ങിയാൽ ചെയ്യേണ്ടത്: ഒരു തക്ബീറിനുള്ള സമയം മാത്രം ബാക്കിയിരിക്കെ തടസ്സങ്ങൾ നീങ്ങുകയോ ഒരാൾ മുസ്ലിം ആവുകയോ ചെയ്താൽ ആ നിസ്കാരവും അതിനു മുമ്പുള്ള നിസ്കാരം ഇതോടൊപ്പം ജംആക്കപ്പെടുന്നതാണെങ്കിൽ അതും നിസ്കരിക്കൽ വാജിബാണ്. ഒരു തക്ബീറിനുള്ള സമയം മാത്രം ബാക്കിയിരിക്കെ തടസ്സങ്ങൾ നീങ്ങുകയോ ഒരാൾ മുസ്ലിം ആവുകയോ ചെയ്താൽ ആ നിസ്കാരം അതിനു മുമ്പുള്ള നിസ്കാരം ഇതോടൊപ്പം ജംആക്കപ്പെടുന്നതാണെങ്കിൽ അതും നിസ്കരിക്കൽ വാജിബാണ്. ഇത് രണ്ടിൻ്റെ ഉദാഹരണം നമുക്ക് നോക്കാം. ഒരാൾക്ക്, ഒരു സ്ത്രീക്ക് ഹൈള് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരാൾക്ക് ബോധക്ഷയം ഉണ്ടാകുന്നത് ളുഹ്ർ ബാങ്ക് കൊടുത്ത് ചുരുങ്ങിയ സമയം ആ ളുഹ്ർ നിസ്കരിക്കാനുള്ള സമയം ലഭിച്ചതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എങ്കിൽ ആ നിസ്കാരം ബോധക്ഷയം കഴിഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം അവൻ നിസ്കരിക്കൽ അത് നിർബന്ധമാണ്. അതിനെ ഖളാ വീട്ടണം. ഹൈള് ഉണ്ടായ സ്ത്രീ ചെറിയ രൂപത്തിൽ ളുഹ്ർ നിസ്കരിക്കാനുള്ള സമയം ലഭിച്ചിരുന്നു. അതിനുശേഷമാണ് ഹൈദുണ്ടായത്. എന്നാൽ ആ തടസ്സം നീങ്ങിയതിന് ശേഷം ആ നിസ്കാരത്തെ നിസ്കരിക്കൽ നിർബന്ധമാണ് എന്നതാണ് പറഞ്ഞത്. പിന്നെ തടസ്സങ്ങൾ നീങ്ങിയാൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു തക്ബീറിന് മാത്രം, ഒരു തക്ബീറിനുള്ള സമയം മാത്രം ലഭിച്ചു. ആ സമയം ലഭിക്കുന്നതിന് അവർക്ക് ചെറിയ സമയം മാത്രമാണല്ലോ ഉണ്ടായത്. എന്നാലും ആ നിസ്കാരത്തെയും അതേപോലെ അതിനോട് ജമാക്കാൻ പറ്റുന്ന നിസ്കാരം മുമ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരവും നിർബന്ധമാണ്. ഉദാഹരണം,
അസറിൻ്റെ അവസാന സമയം മഗ്‌രിബിന് തൊട്ട് മുമ്പ് ഒരു തക്ബീർ കെട്ടാനുള്ള സമയം മാത്രം ബാക്കിയിരിക്കെ തടസ്സങ്ങൾ നീങ്ങി. നേരത്തെ പറഞ്ഞതുപോലെ ബോധക്ഷയം നീങ്ങുകയോ അല്ലെങ്കിൽ ഭ്രാന്ത് നീങ്ങുകയോ അല്ലെങ്കിൽ ഹൈദ് ഒഴിവാവുകയോ ചെയ്താൽ ആ അസ്ർ നിസ്കാരവും നിർബന്ധമാണ്. ആ അസ്റിനോട് ആക്കാൻ പറ്റുന്ന ഒരു നിസ്കാരമാണ് ളുഹുർ. അതുകൊണ്ട് ളുഹുറും അവിടെ നിർബന്ധമായി മാറുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്നാലോ ചിലർ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ കൂടിയായതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറഞ്ഞത്. നഷ്ടപ്പെട്ട നിസ്കാരം ഖളാ വീട്ടണം. കാരണമില്ലാതെ നഷ്ടപ്പെട്ട നിസ്കാരം ഉടനെ ഖളാ വീട്ടലും ആസന്നമായ നിസ്കാരം ഖളാ ആകില്ലെങ്കിൽ അതിനേക്കാൾ മുന്തിക്കലും നിർബന്ധമാണ്. നഷ്ടപ്പെട്ടു പോയ ഒരു നിസ്കാരമുണ്ടെങ്കിൽ അത് ഖളാ വീട്ടണം. കാരണമില്ലാതെ നഷ്ടപ്പെട്ട നിസ്കാരമാണെങ്കിൽ ഉടനെ ഖളാ വീട്ടലും മറ്റൊരു നിസ്കാരം ഇവിടെ നിസ്കരിക്കാനുണ്ടെങ്കിൽ അത് ഖളാ ആകുന്നില്ല എങ്കിൽ ആ നിസ്കാരത്തേക്കാൾ മുമ്പ് കാരണമില്ലാതെ നഷ്ടപ്പെട്ടു പോയ ആ നിസ്കാരത്തെ നിർവഹിക്കാനാണ് സമയം കണ്ടെത്തേണ്ടത്. അനിവാര്യമായ ഭക്ഷണം, ഉറക്കം, ജോലി പോലെയുള്ളവർക്ക് അല്ലാത്ത മുഴുവൻ സമയവും നഷ്ടപ്പെട്ട നിസ്കാരം ഖളാ വീട്ടുവാൻ ഉപയോഗിക്കണം. അനിവാര്യമായ ഭക്ഷണം കഴിക്കാൻ, ഉറങ്ങാൻ, ജോലി ചെയ്യാൻ ഇങ്ങനെയുള്ള ഇത് അല്ലാത്ത മുഴുവൻ സമയവും ബാക്കി ഏതൊക്കെ സമയങ്ങളുണ്ടോ ആ സമയങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയ നിസ്കാരം ഖളാ വീട്ടാൻ വേണ്ടി ഉപയോഗിക്കണം. അത് നിർബന്ധമാണ്. ഇനി നമുക്ക് തദ്രീബാത്തിലേക്ക് കടക്കാം. തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം അജിബാനിൽ അസീല, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക എന്നുള്ളതാണ്. ചോദ്യം 1, മഹത്തായ ശാരീരിക ഇബാദത്താണത് ഏത്? മഹത്തായ ശാരീരിക ഇബാദത്താണ് അത് ഏത്? ഉത്തരം, നിസ്കാരം മുസ്ലിമിൻ്റെ ശാരീരികമായ മഹത്തായ ഇബാദത്താകുന്നു. നിസ്കാരം മുസ്ലിമിൻ്റെ ശാരീരികമായ മഹത്തായ ഇബാദത്താകുന്നു. ചോദ്യം 2, ഉറക്കം കാരണം നിസ്കാരം നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ഉറക്കം കാരണം നിസ്കാരം നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ഉത്തരം, നഷ്ടപ്പെട്ട നിസ്കാരം ഖളാ വീട്ടണം. നഷ്ടപ്പെട്ട നിസ്കാരം ഖളാ വീട്ടണം. കാരണമില്ലാതെ നഷ്ടപ്പെട്ട നിസ്കാരം ഉടൻ ഖളാ വീട്ടലും ആസന്നമായ നിസ്കാരം ഖളാ ആകില്ലെങ്കിൽ അതിനേക്കാൾ മുന്തിക്കലും നിർബന്ധമാണ്. ചോദ്യം 3, തക്ബീറിനുള്ള സമയം മാത്രം ബാക്കിയുള്ളപ്പോൾ ഒരാൾക്ക് ബോധം തെളിഞ്ഞാൽ ഏതെല്ലാം നിസ്കാരം ഖളാ വീട്ടണം? ഉത്തരം, ഒരു തക്ബീറിനുള്ള സമയം മാത്രം ബാക്കിയിരിക്കെ തടസ്സങ്ങൾ നീങ്ങുകയോ ഒരാൾ മുസ്ലിം ആവുകയോ ചെയ്താൽ ആ നിസ്കാരവും അതിനു മുമ്പുള്ള നിസ്കാരം ഇതോടൊപ്പം ആക്കപ്പെടുന്നതാണെങ്കിൽ അതും നിസ്കരിക്കൽ നിർബന്ധമാണ് അഥവാ വാജിബാണ്. ചോദ്യം 4, നിസ്കാരത്തിൻ്റെ തടസ്സങ്ങൾ ഏവ? നിസ്കാരത്തിൻ്റെ തടസ്സങ്ങൾ ഏവ? ഉത്തരം, ഭ്രാന്ത്, ബോധക്ഷയം, ഹൈള്, നിഫാസ്. ഭ്രാന്ത്, ബോധക്ഷയം, ഹൈള്, നിഫാസ്. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം അല്ലാഹു അലാമത്ത സ്വഹീഹൻ ഖത്അൻ വ സഹീഹിൽ ഖത്അ. ശരി തെറ്റ് അടയാളപ്പെടുത്തുക. ഇനി തെറ്റാണെങ്കിൽ തെറ്റിനെ ശരിപ്പെടുത്തുകയും ചെയ്യുക. ചോദ്യം 1, മറന്നുകൊണ്ട് നിസ്കാരം നഷ്ടപ്പെട്ടാൽ ഖളാ വീട്ടൽ നിർബന്ധമില്ല. മറന്നുകൊണ്ട് നിസ്കാരം നഷ്ടപ്പെട്ടാൽ ഖളാ വീട്ടൽ നിർബന്ധമില്ല. ഇത് തെറ്റാണ്. ഖളാ വീട്ടൽ നിർബന്ധമാണ്. നിർബന്ധമില്ല എന്നുള്ളത് തെറ്റാണ്, നിർബന്ധമാണ് എന്നുള്ളതാണ് ശരി. ചോദ്യം 2, മുക്കല്ലഫായ രോഗിക്ക് നിസ്കാരം ഒഴിവാക്കാം. മുക്കല്ലഫായ രോഗിക്ക് നിസ്കാരം ഒഴിവാക്കാം. തെറ്റാണ്, ഒഴിവാക്കരുത്. അതാണ് ശരി. മുക്കല്ലഫായ രോഗിക്ക് നിസ്കാരം ഒഴിവാക്കരുത്. 3, ചുരുങ്ങിയ നിലയിൽ നിസ്കരിക്കാനുള്ള സമയം ലഭിച്ച ശേഷം ഹൈദ് ഉണ്ടായാൽ ആ നിസ്കാരം ഖളാ വീട്ടണം. ശരിയാണ്, ഖളാ
വീട്ടണം. ചോദ്യം 4. കാരണമില്ലാതെ നിസ്കാരം നഷ്ടപ്പെട്ടാൽ ഉടനെ തന്നെ ഖളാ വീട്ടണം. ശരിയാണ്. കാരണമില്ലാതെ നിസ്കാരം നഷ്ടപ്പെട്ടാൽ ഉടനെ തന്നെ ഖളാ വീട്ടണം. അത് ശരിയാണ്. ഖളാ വീട്ടണം. ചോദ്യത്തിൻ്റെ 3-ാമത്തെ ഭാഗം അന്നശാത്തു തത്ബീഖി അഥവാ പ്രാക്ടിക്കൽ പ്രവർത്തനങ്ങളാണ്. നിസ്കാരവുമായിട്ടുള്ള പ്രാക്ടിക്കൽ പ്രവർത്തനങ്ങളാണ് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് നോക്കാം പ്രാക്ടിക്കൽ പ്രവർത്തനങ്ങളിലെ ഭാഗം എന്താണെന്ന് നോക്കാം. നിസ്കാരം എൻ്റെ ജീവിതത്തിൽ എന്ന തലക്കെട്ടിൽ 3-4 വരികളിൽ ചെറിയ കുറിപ്പ് എഴുതുക. നിസ്കാരം എൻ്റെ ജീവിതത്തിൽ, ഇതിലുള്ള ഒരു വിഷയമാണ് നമ്മൾ എഴുതേണ്ടത്. നമുക്ക് നോക്കാം. അതിങ്ങനെ എഴുതാം. ജീവിതത്തിലെ ഓരോ ദിവസവും വിവിധ സമയങ്ങളിലായി നിർവഹിക്കുന്ന ഒന്നാണ് 5 വക്ത് നിസ്കാരം. ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തത് ആയതുകൊണ്ട് തന്നെ നിസ്കാരത്തിന് അതിൻ്റെ സമയം നീക്കിവെച്ച് കൃത്യമായി നിർവഹിക്കും. എല്ലാ ദിവസവും കൃത്യമായി ചെയ്യുന്നത് കൊണ്ട് മടിയോ വിഷമമോ ഉണ്ടാകുന്നില്ല എന്നതാണ് നിസ്കാരത്തിൻ്റെ പ്രത്യേകത. നിസ്കാരം നിർവഹിക്കുന്നതിലൂടെ മനസ്സിന് സമാധാനവും സന്തോഷവും ലഭ്യമാകുന്നു എന്നത് നമ്മുടെ ജീവിതത്തിലുള്ള ഗുണങ്ങളാണ്. ഇതാണ് നിസ്കാരവുമായി ബന്ധപ്പെട്ട ചില വാചകങ്ങൾ നമുക്ക് കുറിപ്പായി എഴുതി നമുക്ക് ഉത്തരം എഴുതാം. നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നമുക്ക് നേടുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5-ാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ 3-ാമത്തെ പാഠം അദ്ദർസു സാലിസ്, പാഠം 3. അന്നജാസാത്തു വതത്ഹീറുഹ. അന്നജാസാത്തു വതത്ഹീറുഹ. നജസുകളും അവകളെ ശുദ്ധിയാക്കുന്ന വിധവും. ഇതാണ് ഈ പാഠത്തിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് നോക്കാം. നജസിൽ നിന്ന് ശുദ്ധിയാവൽ നിസ്കാരത്തിൻ്റെ നിബന്ധനയാണ്. നജസിൽ നിന്ന് ശുദ്ധിയാവൽ നിസ്കാരത്തിൻ്റെ നിബന്ധനയാണ്. നിസ്കാരം ശരിയാവുന്നതിന് തടസ്സമാകുന്ന മാലിന്യങ്ങൾക്കാണ് നജസ് എന്ന് പറയുന്നത്. നിസ്കാരം ശരിയാവുന്നതിന് തടസ്സമാകുന്ന മാലിന്യങ്ങൾക്കാണ് നജസ് എന്ന് പറയുന്നത്. നജസുകൾ 3 വിധമാണ്. നജസുകൾ 3 വിധമാണ്. ഒന്ന് മുഖഫഫ്. 2 വയസ്സ് പൂർത്തിയാകാത്ത, പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം. മുഖഫഫ് കൊണ്ട് മലിനമായവ ശുദ്ധിയാക്കുന്ന രീതി നോക്കാം. അപ്പോൾ 2 വയസ്സ് പൂർത്തിയാകാത്ത, പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രത്തിനെയാണ് മുഖഫഫ് എന്ന് പറയുന്നത്. ഈ മുഖഫഫ് കൊണ്ട് മലിനമായവ ശുദ്ധിയാക്കുന്ന രീതി എങ്ങനെ നോക്കാം. തടിയുണ്ടെങ്കിൽ നീക്കി മൂത്രത്തിനേക്കാൾ കൂടുതൽ വെള്ളം ആ ഭാഗത്തെല്ലാം കുടയുക. കഴുകേണ്ടതില്ല. മൂത്രത്തിനേക്കാൾ കൂടുതൽ വെള്ളം ആ ഭാഗത്തെല്ലാം കുടയുക, കഴുകേണ്ടതില്ല. ഇതാണ് മുഖഫഫിനെ ശുദ്ധിയാക്കേണ്ട രൂപം. രണ്ടാമത്തത് മുഗല്ലദ്. രണ്ടാമത്തെ നജസാണ് മുഗല്ലദ്. നായ, പന്നി എന്നിവയും ഇവയിൽ ഒന്ന് മറ്റൊരു ജീവിയോടുകൂടി ജനിച്ചവയും. നായ, പന്നി എന്നിവയും ഇവയിൽ ഒന്ന് മറ്റൊരു ജീവിയോടുകൂടി ജനിച്ചവയും. ഇതിനെയാണ് മുഗല്ലദ് എന്ന് പറയുന്നത്. ഇനി മുഗല്ലദ് കൊണ്ട് മലിനമായവ ശുദ്ധിയാക്കുന്ന രീതി നോക്കാം. 7 തവണ കഴുകണം. നായ, പന്നി എന്നിവയിലൂടെ നജസായതിനെ 7 തവണ കഴുകണം. അതിൽ 1 ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണം. ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാവണം. നജസിൻ്റെ തടിയുണ്ടെങ്കിൽ ആദ്യം അത് നീക്കണം. നജസിൻ്റെ തടിയുണ്ടെങ്കിൽ ആദ്യം അതിനെ നീക്കണം. അതിനു വേണ്ടി പലതവണ കഴുകിയാലും അത് 1 തവണയാണ് പരിഗണിക്കുക.
അതിനുവേണ്ടി പലതവണ കഴുകിയാലും ഒരു തവണയായാണ് അത് പരിഗണിക്കുക. മൂന്നാമത്തെ നോക്കാം, മുത്തവസ്സിത്ത്. മൂന്നാമത്തെ നജസാണ് മുത്തവസ്സിത്ത്. മലം, മൂത്രം, രക്തം, ചലം, മദി, വതി തുടങ്ങിയവയെല്ലാം മുത്തവസ്സിത്തായ നജസിൽപ്പെട്ടതാണ്. ആമാശയത്തിലെത്തിയ ശേഷം ഛർദ്ദിച്ചത് അത് മുത്തവസ്സിത്താണ്. ലഹരി ദ്രാവകങ്ങൾ അത് മുത്തവസ്സിത്തായ നജസുകളാണ്, മുത്തവസ്സിത്തായ നജസാണ്. മനുഷ്യരല്ലാത്ത ഭക്ഷിക്കപ്പെടാത്ത ജീവികളുടെ പാല്, മനുഷ്യരല്ലാത്ത ഭക്ഷിക്കപ്പെടാത്ത ജീവികളുടെ പാല്. അയവിറുക്കാൻ മൃഗം തികട്ടിയെടുത്തത്, അയവിറുക്കാൻ മൃഗം തികട്ടിയെടുത്തത് അത് മുത്തവസ്സിത്തായ നജസാണ്. മനുഷ്യൻ, മത്സ്യം, ജറാദ് എന്നിവ അല്ലാത്ത ജീവികളുടെ ശവം അത് മുത്തവസ്സിത്തായ നജസാണ്. തിന്നപ്പെടാത്ത ജീവിയിൽ നിന്ന് ജീവനുള്ളപ്പോൾ വേർതിരിഞ്ഞ രോമം, തിന്നപ്പെടാത്ത ജീവിയിൽ നിന്ന് ജീവനുള്ളപ്പോൾ വേർതിരിഞ്ഞ രോമം, തൂവൽ തുടങ്ങിയവ ഇതെല്ലാം മുത്തവസ്സിത്തായ നജസുകളാണ്. ഇനി മുത്തവസ്സിത്ത് കൊണ്ട് മലിനമായാൽ ശുദ്ധിയാക്കുന്ന രീതി എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യം നജസിൻ്റെ തടി നീക്കുക. ആദ്യം ചെയ്യേണ്ടത് നജസിൻ്റെ തടിയെ നീക്കുക. 2. നിറം, മണം, രുചി എന്നിവ മുഴുവനായി നീങ്ങുന്നത് വരെ കഴുകുക. നിറം പോകണം, മണം പോകണം, രുചി പോകണം. ഇത് മുഴുവൻ നീങ്ങുന്നത് വരെ കഴുകണം. പരമാവധി ശ്രമിച്ചിട്ടും നിറം, മണം എന്നിവയിൽ ഒന്ന് നീങ്ങുന്നില്ലെങ്കിൽ വിരോധമില്ല. നിറമോ മണമോ ഏതെങ്കിലും ഒന്ന് നീങ്ങുന്നില്ലെങ്കിൽ വിരോധമില്ല, പരമാവധി ശ്രമിച്ചതിന് ശേഷം. അടുത്ത രുചി മാത്രമോ അല്ലെങ്കിൽ നിറവും മണവും ഒന്നിച്ചു പോകുന്നില്ലെങ്കിൽ ശുദ്ധിയാകുന്നതല്ല. രുചി മാത്രമോ അല്ലെങ്കിൽ നിറമോ മണമോ ഒന്നിച്ചു പോകുന്നില്ലെങ്കിൽ ശുദ്ധിയാകുന്നത് അല്ല. അഥവാ രുചി പൂർണ്ണമായി പോകണം, അതേപോലെ തന്നെ നിറവും മണവും രണ്ടും ഉണ്ടായിക്കൂടാ, ഏതെങ്കിലും ഒന്ന് പോകണം. മുറിച്ച് കളയാലല്ലാതെ വഴിയില്ലെങ്കിൽ പൊറുക്കപ്പെടുന്നതാണ്. ഒരു വസ്തു നജസായി അതിനെ മുറിച്ച് കളഞ്ഞാലല്ലാതെ വേറെ ശുദ്ധിയാക്കാനുള്ള ഒന്നുമില്ലെങ്കിൽ അത് പൊറുക്കപ്പെടുന്നതാണ്. അഥവാ അത്യാവശ്യമായി മുറിച്ച് മാറ്റാൻ പറ്റാത്തതാണ് എങ്കിൽ മാത്രമാണ് ഇവിടെ പൊറുക്കപ്പെടുന്നത്. അല്ലാതെ മുറിച്ച് മാറ്റി ശുദ്ധിയാക്കി അത് യഥാസ്ഥാനത്ത് വെക്കാൻ പറ്റുന്നതാണെങ്കിൽ മുറിച്ച് മാറ്റി ശുദ്ധിയാക്കി അതിനെ വീണ്ടും ആ സ്ഥാനത്ത് വെക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ രീതി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം. നജസായ വസ്തു 2 കൊല്ലത്തിനേക്കാൾ ഏകദേശം 200 ലിറ്റർ കുറഞ്ഞ വെള്ളത്തിൽ ഇട്ട് കഴുകരുത്. അഥവാ 200 ലിറ്ററിനേക്കാൾ കുറഞ്ഞ വെള്ളമാണ് 2 കുല്ലത്ത് വെള്ളം. ഈ 2 കുല്ലത്ത് വെള്ളത്തിനേക്കാൾ താഴെയുള്ള വെള്ളത്തിൽ നജസായ വസ്തു ഇട്ട് കഴുകരുത്. വെള്ളം അതിന്മേൽ ഒഴിച്ച് കഴുകണം. അഥവാ ഒരു നജസായ വസ്തു അല്ലെങ്കിൽ ഒരു വസ്ത്രം ഉണ്ടെങ്കിൽ, നജസായൊരു വസ്ത്രമുണ്ടെങ്കിൽ ആ വസ്ത്രത്തിൻ്റെ മുകളിലൂടെ വെള്ളം പാർന്ന് അത് ഒലിപ്പിച്ച് കഴുകണം എന്നതാണ്. അല്ലെങ്കിൽ കുറഞ്ഞതായ വെള്ളത്തിൽ, ബക്കറ്റ് പോലെയുള്ള വെള്ളത്തിൽ നജസിനെ ഇട്ടാൽ ബക്കറ്റിലുള്ള മുഴുവൻ വെള്ളവും നജസാകും. അതുപോലെ തന്നെ ആ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രമാണ് നജസായിരുന്നതെങ്കിൽ കുറഞ്ഞ വെള്ളത്തിൽ ഇടലോടുകൂടി ആ വസ്ത്രം മുഴുവനും നജസായി മാറുന്നതാണ്. മാത്രമല്ല മറ്റുള്ള വസ്ത്രങ്ങളൊക്കെ ആ ബക്കറ്റിലുണ്ടെങ്കിൽ എല്ലാ വസ്ത്രവും നജസായി മാറുന്നതാണ്. അതുകൊണ്ട് ആദ്യം നജസിനെ വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് നജസിനെ ഒഴിവാക്കണം. 2. മൂത്രം പോലുള്ള നജസ് ഒരു സ്ഥലത്തോ മറ്റോ
വറ്റി പോയിട്ടുണ്ടെങ്കിൽ അവിടെ മൊത്തം വെള്ളം ഒഴിച്ചാൽ മതി. മൂത്രം പോലെയുള്ള നജസ് ഒരു സ്ഥലത്തോ മറ്റോ വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ മൊത്തം വെള്ളം ഒഴിച്ചാൽ മതിയാകുന്നതാണ്. വറ്റിയിട്ടില്ലെങ്കിൽ അത് നീക്കം ചെയ്ത് വെള്ളം ഒഴിക്കുക. വറ്റിയിട്ടില്ല എങ്കിൽ അവിടെ ആ നജസിനെ എടുത്ത് അവിടെ കഴുകുക എന്നുള്ളതാണ്, അഥവാ വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ്. കിണറിലെ കുറഞ്ഞ വെള്ളം നജസായാൽ അതിലേക്ക് കൂടുതൽ വെള്ളം ഒഴിച്ച് 2 കുല്ലത്ത് ആക്കുകയാണ് വേണ്ടത്. അഥവാ 2 കുല്ലത്തിനേക്കാൾ കുറഞ്ഞ വെള്ളമായി മാറി കിണറിലെ വെള്ളം. എന്നാൽ അവിടെ നജസ് ആയി എന്തെങ്കിലും പറ്റിയാൽ ആ നജസിനെ ഒഴിവാക്കേണ്ടത് അവിടെ വെള്ളം നിറക്കുക, 2 കുല്ലത്തിനേക്കാൾ കൂടുതലാക്കി മാറ്റുക. അപ്പോൾ ആ നജസ് അവിടെ നിന്ന് പോകുന്നതാണ്. ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളായി പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാം നജസുകളിൽ നിന്ന് ശുദ്ധിയാകുന്നവ. ലഹരി ദ്രാവകങ്ങൾ സ്വയം സുർക്കയായാൽ ശുദ്ധിയാകും. ലഹരി ദ്രാവകങ്ങൾ സ്വയം സുർക്കയായാൽ അത് ശുദ്ധിയാകുന്നതാണ്. നായ, പന്നി എന്നിവയും ഇവയൊന്ന് മറ്റൊരു ജീവിയോടുകൂടി ജനിച്ചവയും അല്ലാത്ത ശവത്തിൻ്റെ തോല് ഊറക്കിട്ടാൽ ശുദ്ധിയാകുന്നതാണ്. നായ, പന്നി എന്നിവയും ഇവയൊന്ന് മറ്റൊരു ജീവിയോടുകൂടി ജനിച്ചവയും അല്ലാത്ത ശവത്തിൻ്റെ തോല് ഊറക്കിട്ടാൽ അത് ശുദ്ധിയാകുന്നതാണ്. ഇനി തദ്രീബാത്തിൻ്റെ ഭാഗം നോക്കാം. തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം അജ്ബാനിൽ അസ്ഇലത്തി താലിയ. താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതാണ്. താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതാണ്. ചോദ്യം 1, നജസ് എത്ര വിധം? നജസ് എത്ര വിധം? ഉത്തരം 3 വിധം. നജസ് 3 വിധമാണ്. നജസ് 3 വിധമാണ്. മുഖഫഫ്, മുഗല്ലദ്, മുതവസ്സിത്ത്. ചോദ്യം 2, മുഗല്ലദ് ആയ നജസ് ഏതാകുന്നു? മുഗല്ലദ് ആയ നജസ് ഏതാകുന്നു? ഉത്തരം നായ, പന്നി എന്നിവയും ഇവയിൽ നിന്ന് മറ്റൊരു ജീവിയോടുകൂടി ജനിച്ചവയും. നായ, പന്നി എന്നിവയും ഇവയിൽ ഒന്ന് മറ്റൊരു ജീവിയോടുകൂടി ജനിച്ചവയുമാണ് മുഗല്ലദായ നജസ്. ചോദ്യം 3, മുതവസ്സിത്തായ നജസ് കൊണ്ട് മലിനമായത് ശുദ്ധിയാക്കാൻ എന്ത് ചെയ്യണം? മുതവസ്സിത്തായ നജസ് കൊണ്ട് മലിനമായതിനെ ശുദ്ധിയാക്കാൻ എന്ത് ചെയ്യണം? ഉത്തരം ആദ്യം നജസിൻ്റെ തടി നീക്കുക. ആദ്യം നജസിൻ്റെ തടി നീക്കുക. രണ്ടാമത് നിറം, മണം, രുചി എന്നിവ മുഴുവനായി നീങ്ങുന്നതുവരെ കഴുകുക. നിറം, മണം, രുചി എന്നിവ മുഴുവനായി നീങ്ങുന്നതുവരെ കഴുകുക. ചോദ്യം 4, മലിനമായ വസ്തു കുറഞ്ഞ വെള്ളത്തിൽ ഇട്ട് കഴുകാമോ? മലിനമായ വസ്തു കുറഞ്ഞ വെള്ളത്തിലിട്ട് കഴുകാമോ? ഉത്തരം മലിനമായ വസ്തു കുറഞ്ഞ വെള്ളത്തിൽ ഇട്ട് കഴുകുന്നതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നജസായ വസ്തു 2 കുല്ലത്തിനേക്കാൾ അഥവാ 200 ലിറ്റർ കുറഞ്ഞ വെള്ളത്തിലിട്ട് കഴുകരുത്. വെള്ളം അതിന്മേൽ ഒഴിച്ച് കഴുകലാണ് വേണ്ടത്. ചോദ്യത്തിൻ്റെ 3ാമത്തെ ഭാഗം ലാ അലാമത്ത സ്വഹീഹൻ ഔ ഖത്അൻ. ശരിയായതിന് ശരിയെന്നും തെറ്റായതിന് തെറ്റ് എന്നും അടയാളപ്പെടുത്തുക. ശരി എന്നതിന് ശരിയെന്നും തെറ്റായതിന് തെറ്റ് എന്നും അടയാളപ്പെടുത്തുക. ചോദ്യം 1, 2 വയസ്സാവാത്ത, പാലല്ലാത്ത, മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം ഇത് മുഖഫഫ് ആണോ? ശരിയാണ്. 2 വയസ്സാവാത്ത, പാലല്ലാത്ത, മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം മുഖഫഫാണ്. അത് ശരി.
2. നായയുടെ രോമം മുഗല്ലദ്, ശരിയാണ്. നായയുടെ രോമം മുഗല്ലദാണ്, ശരിയാണ്. 3. ലഹരി ദ്രാവകങ്ങൾ മുത്തവസ്സിത്താണ്, ശരിയാണ്. ലഹരി ദ്രാവകങ്ങൾ മുത്തവസ്സിത്താണ്, ശരിയാണ്. ചത്ത കോഴിയുടെ തോല് അത് മുഗല്ലദാണോ? അല്ല, അത് തെറ്റാണ്, മുത്തവസ്സിത്താണ്. ചത്ത കോഴിയുടെ തോല് മുത്തവസ്സിത്താണ്. ചോദ്യത്തിൻ്റെ 4ാമത്തെ ഭാഗം അന്നശാത്തു തത്ബീഖി, പ്രാക്ടിക്കൽ പ്രവർത്തനങ്ങളാണ്. 1. ചാർട്ട് നിർമ്മാണം. കുട്ടികളെ 3 ഗ്രൂപ്പാക്കി ഓരോ ഗ്രൂപ്പിനും ഓരോ തരത്തിലുള്ള നജസുകൾക്കുള്ള ഉദാഹരണങ്ങളും ശുദ്ധീകരണ രീതികളും ഒരു ചാർട്ടിൽ രേഖപ്പെടുത്തുക. ഇങ്ങനെ ചാർട്ടുണ്ടാക്കി നമ്മൾ നജസുകളെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, കൂടുതൽ മനസ്സിലാക്കുക. അള്ളാഹു നമുക്ക് നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കാൻ, പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5ാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ 4ാമത്തെ പാഠം അദ്ദർസുർ റാബിയാണ്. പാഠം 4. മാ യുഅഫ അൻഹു മിനൻ നജാസാത്ത്, നജസുകളിൽ നിന്ന് പൊറുക്കപ്പെടുന്നവ. നജസുകളിൽ നിന്ന് പൊറുക്കപ്പെടുന്നവ ഏതൊക്കെയാണ് എന്ന് ഇതിലൂടെ നമുക്ക് നോക്കാം. പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് തദ്രീബാത്തിൻ്റെ ഭാഗവും കൂടി നോക്കാം. ശുദ്ധി ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ശുദ്ധി ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നിസ്കാരം സാധുവാകാൻ ശരീരം, വസ്ത്രം, സ്ഥലം എന്നിവ ശുദ്ധിയായിരിക്കണം. നിസ്കാരം സാധുവാകാൻ അഥവാ നിസ്കാരം ശരിയാകാൻ ശരീരം, വസ്ത്രം, സ്ഥലം എന്നിവ ശുദ്ധിയായിരിക്കണം. എന്നാൽ ചില നജസുകൾക്ക് നിസ്കാരത്തിൽ ഇളവ് നൽകപ്പെട്ടിട്ടുണ്ട്. ചില നജസുകൾക്ക് നിസ്കാരത്തിൽ ഇളവ് നൽകപ്പെട്ടിട്ടുണ്ട്. അവ ഏതെല്ലാമാണെന്ന് നമുക്ക് പഠിക്കാം. ഇളവ് ലഭിക്കുന്ന നജസുകൾ: ഒലിക്കുന്ന രക്തമില്ലാത്ത കൊതുക് പോലെയുള്ളവയുടെ രക്തം, മുറിവ്, മുഖക്കുരു, ചോരക്കുരു മുതലായവയുടെ രക്തം, ചലം. ഇവ തൻ്റെ പ്രവൃത്തി കൊണ്ടല്ലെങ്കിൽ കൂടുതലാണെങ്കിലും ഇളവുണ്ട്. ഇവ തൻ്റെ പ്രവൃത്തി കൊണ്ടല്ലെങ്കിൽ കൂടുതലാണെങ്കിലും ഇളവുണ്ട്. തൻ്റെ പ്രവൃത്തി കൊണ്ടാണെങ്കിൽ കുറഞ്ഞതിന് മാത്രമേ ഇളവുള്ളൂ. തൻ്റെ പ്രവൃത്തി കൊണ്ടാണെങ്കിൽ കുറഞ്ഞതിന് മാത്രമേ ഇളവുള്ളൂ, കൂടുതലായാൽ ഇളവ് ഉണ്ടാകുന്നതല്ല. 2. മുഗല്ലദ് അല്ലാത്ത അന്യരക്തം, മൂക്കിൽ നിന്നുള്ള രക്തം, ഹൈദ് രക്തം. മുഗല്ലദ് അല്ലാത്ത അന്യരക്തം, മൂക്കിൽ നിന്നുള്ള രക്തം, ഹൈദ് രക്തം കുറഞ്ഞതിന് മാത്രം ഇളവുണ്ട്. ഇവയിൽ നിന്ന് കുറഞ്ഞതാണെങ്കിലാണ് ഇളവ്. അഥവാ മുഗല്ലദ് അല്ലാത്ത അന്യരക്തം കുറഞ്ഞതിന് ഇളവുണ്ട്, മൂക്കിൽ നിന്നുള്ള രക്തം കുറഞ്ഞതിന് ഇളവുണ്ട്, ഹൈദ് രക്തം കുറഞ്ഞതിന് ഇളവുണ്ട്. വഴിയിൽ നജസ് ഉണ്ടെന്ന് ഉറപ്പുള്ള ചെളി. വഴിയിലെ നജസ് ഉണ്ടെന്ന് ഉറപ്പുള്ള ചെളി. ഒരു വഴിയിൽ ചളിയുണ്ട്, അതിൽ നജസ് ഉണ്ട് എന്ന് ഉറപ്പുണ്ട് എങ്കിൽ കുറഞ്ഞ നജസാണെങ്കിൽ അത് പൊറുക്കപ്പെടും. ഈച്ചയുടെ കാഷ്ടം, വവ്വാലിൻ്റെ മൂത്രം, കാഷ്ടം ഇവ പൊറുക്കപ്പെടുന്നതാണ്. കുറവും കൂടുതലും തീരുമാനിക്കുന്നത് പതിവനുസരിച്ചാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞതിൽ കുറവുകൾ ഏതാണ് കൂടുതൽ ഏതാണ് എന്ന് തീരുമാനിക്കുന്നത് പതിവ് അനുസരിച്ചാണ്. ഒരു വസ്തുവിൽ നജസ് ഉണ്ടെന്ന് ഉറപ്പില്ലെങ്കിൽ അത് ശുദ്ധിയുള്ളതായി പരിഗണിക്കാം. ഒരു വസ്തുവിൽ നജസ് ഉണ്ട് എന്ന് ഉറപ്പില്ലെങ്കിൽ അത് ശുദ്ധിയുള്ളതായി പരിഗണിക്കാം. നിസ്കരിക്കാൻ പോകുന്നവൻ്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഇളവില്ലാത്ത നജസ് ഒരാൾ കണ്ടാൽ അവനെ ഉണർത്തൽ നിർബന്ധമാണ്. നിസ്കരിക്കാൻ പോകുന്നവൻ്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഇളവില്ലാത്ത നജസ് ഒരാൾ കണ്ടാൽ അവനെ ഉണർത്തൽ നിർബന്ധമാണ്.
ഇബാദത്തിലെ നിർബന്ധമായ ഒരു കാര്യത്തിൽ ഒരാൾക്ക് വീഴ്ച വന്നതായി കണ്ടാലും അറിയിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. ഇബാദത്തിലെ നിർബന്ധമായ ഒരു കാര്യത്തിൽ ഒരാൾക്ക് വീഴ്ച വന്നതായി കണ്ടു, അഥവാ തെറ്റായി പ്രവർത്തിക്കുന്നത് കണ്ടാൽ അയാളെയും അത് അറിയിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. പിന്നെ തദ്രീബാത്തിൻ്റെ ഭാഗം നമുക്ക് നോക്കാം. തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം അജിബ് അനിൽ അസ്ഇലത്തി താലിയ, താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നതാണ്. ചോദ്യം 1, കൊതുകിൻ്റെ രക്തം ഇളവ് ചെയ്യപ്പെടുന്നതാണോ? ഉത്തരം ഇളവ് ചെയ്യപ്പെടുന്നതാണ്. ഇളവ് ചെയ്യപ്പെടുന്നതാണ്. ചോദ്യം 2, ഇളവുള്ള നജസുകൾ 3 എഴുതുക. ഇളവുള്ള നജസുകളിൽ നിന്ന് 3 എഴുതുക. ഉത്തരം ഒലിക്കുന്ന രക്തമില്ലാത്ത കൊതുക്, മുറിവ്, മുഖക്കുരു, ചോരക്കുരു ഇവയെല്ലാം തൻ്റെ പ്രവൃത്തി കൊണ്ട് അല്ലെങ്കിൽ ഇതെന്താണ്? നജസ്, ഇളവുള്ള നജസ്സാണ്. ഇളവുള്ള നജസ് തൻ്റെ പ്രവൃത്തി കൊണ്ട് അല്ല എങ്കിൽ മുറിവിൽ നിന്നോ മുഖക്കുരുവിൽ നിന്നോ ചോരക്കുരുവിൽ നിന്നോ വരുന്ന രക്തം ഇളവുള്ള നജസുകളാണ്. ചോദ്യം 3, നജസ് കൂടുതലോ കുറവോ എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം പതിവനുസരിച്ചാണ്. പതിവ് അനുസരിച്ചാണ് നജസ് കൂടുതലോ കുറവോ എന്ന് തീരുമാനിക്കുന്നത്. ചോദ്യം 4, ഇബാദത്തിൽ നിർബന്ധമായ ഒരു കാര്യത്തിൽ ഒരാൾ വീഴ്ച വരുത്തുന്നത് കണ്ടവൻ എന്ത് ചെയ്യണം? ഉത്തരം അറിയിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. അവനെ അറിയിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം അന്നശാത്തു തത്ബീഖി, പ്രാക്ടിക്കൽ പ്രവർത്തനങ്ങളാണ്. 1, നിസ്കരിക്കാൻ ഒരുങ്ങുന്ന ഒരാളുടെ വസ്ത്രത്തിൽ നജസ് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിസ്കരിക്കാൻ ഒരുങ്ങുന്ന ഒരാളുടെ വസ്ത്രത്തിൽ നജസ് കണ്ടാൽ നിങ്ങൾ എന്തു ചെയ്യും? ഉത്തരം അവനെ ഉണർത്തൽ നിർബന്ധമാണ്. അവനെ ഉണർത്തൽ നിർബന്ധമാണ്. അവനെ അറിയിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. അഥവാ അവനെ അറിയിച്ച് കൊടുക്കുക, ഉണർത്തി കൊടുക്കുക, അവനെ അറിയിച്ചു കൊടുക്കുക, ഇത് നിർബന്ധമാണ്. അല്ലാഹു നമുക്ക് നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5ാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ 5ാമത്തെ പാഠം അദ്ദർസുൽ ഖാമിസ്, പാഠം 5 ദിമാഉൽ മർഅത്തി. ഇതാണ് പാഠത്തിൻ്റെ പേര്. ദിമാ എന്ന് പറഞ്ഞാൽ രക്തങ്ങൾ. ദമ് രക്തം, ദിമാ രക്തങ്ങൾ, അൽ മർഅത്ത് സ്ത്രീയുടെ രക്തങ്ങൾ. നമുക്ക് ഈ പാഠത്തിലൂടെ പഠിക്കാനുള്ള ഭാഗങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ആദ്യം. അതിനുശേഷം തദ്രീബാത്തും കൂടി നോക്കാം. സ്ത്രീകളുടെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തങ്ങൾ 3 ഇനമാണ്. സ്ത്രീകളുടെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തങ്ങൾ 3 ഇനമാണ്. 1 ഹൈദ് അഥവാ ആർത്തവ രക്തം. ഒന്നാമത്തേത് ഹൈദ് അഥവാ ആർത്തവ രക്തം. ഗർഭാശയത്തിൻ്റെ അങ്ങേ അറ്റത്തു നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്നതാണിത്. ഗർഭാശയത്തിൻ്റെ അങ്ങേ അറ്റത്തു നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്നതാണ് ഇത്. ഹൈദ് ഉണ്ടാകാൻ ഏറ്റവും കുറഞ്ഞ പ്രായം 9 ചാന്ദ്ര വർഷമാണ്. ഹൈദ് ഉണ്ടാകാൻ ഏറ്റവും കുറഞ്ഞ പ്രായം 9 ചാന്ദ്ര വർഷമാണ്. അഥവാ ചന്ദ്രവർഷത്തിൻ്റെ 9 വർഷമാണ് അതിൻ്റെ സമയം. 9 വയസ്സാകാൻ 16 ദിവസത്തിന് താഴെയുള്ളപ്പോൾ രക്തം പുറപ്പെട്ടാൽ അത് ഹൈലാണ്. 9 വയസ്സാകാൻ 16 ദിവസത്തിന് താഴെയുള്ളപ്പോൾ രക്തം പുറപ്പെട്ടാൽ അത് ഹൈലായി പരിഗണിക്കും. ഹൈലിൻ്റെ പട്ടിക നമുക്ക് നോക്കാം. ഹൈല് കുറഞ്ഞത് 1 ദിവസം. ഹൈലിൽ നിന്ന് കുറഞ്ഞത് 1 ദിവസമാണ്. സാധാരണ 6 അല്ലെങ്കിൽ 7 ദിവസമാണ്.
സാധാരണയായി വരുന്നത് 6 അല്ലെങ്കിൽ 7 ദിവസമാണ്. കൂടിയത് 15 ദിവസമാണ്. കൂടിയാൽ 15 ദിവസമാണ്. പിന്നെ 2 ഹൈലിന് ഇടയിൽ ഏറ്റവും കുറഞ്ഞ ശുദ്ധി 15 ദിവസമാണ്. 2 ഹൈലിനിടയിലെ ഏറ്റവും കുറഞ്ഞ ശുദ്ധി 15 ദിവസമാണ്. ഇതാണ് ഹൈലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുള്ളത്. രണ്ടാമത്തെ രക്തമാണ് നിഫാസ് അഥവാ പ്രസവ രക്തം. പ്രസവം കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ പുറപ്പെടുന്ന രക്തമാണിത്. പ്രസവം കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ പുറപ്പെടുന്ന രക്തമാണ് ഇത്. അതിനുശേഷം കാണുന്ന രക്തം ഹൈലാണ്. 15 ദിവസത്തിന് കഴിഞ്ഞതിന് ശേഷമാണ് 15 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് രക്തം കാണുന്നതെങ്കിൽ അത് ഹൈല് രക്തമായിട്ടാണ് പരിഗണിക്കുക. നിഫാസിൻ്റെ പട്ടിക നമുക്ക് നോക്കാം. കുറഞ്ഞത് അല്പസമയം. നിഫാസിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് അല്പസമയമാണ്. അഥവാ 1 സെക്കൻഡ് വന്നാൽ അത് നിഫാസിൻ്റെ രക്തമായി. അതിനുശേഷം വന്നില്ല എങ്കിൽ അവിടെ നിഫാസ് രക്തം മുറിഞ്ഞു കഴിഞ്ഞു എന്നതാണ്. സാധാരണയായി 40 ദിവസം വരെയാണ് വരാറുള്ളത്. സാധാരണ ഉണ്ടാവൽ 40 ദിവസമാണ്. കൂടിയത് 60 ദിവസമാണ്. കൂടിയാൽ 60 ദിവസമാണ്. ഹൈല്, നിഫാസ് എന്നിവ കൊണ്ട് ഹറാമായ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഹൈല്, നിഫാസ് ഉള്ള സമയത്ത് ഹറാമായ കാര്യങ്ങൾ: നിസ്കാരം, നോമ്പ്, സുജൂദ്, തവാഫ്, ഖുർആൻ ഓതൽ, ഖുർആൻ എഴുതപ്പെട്ടത് തൊടലും ചുമക്കലും, പള്ളിയിൽ താമസിക്കൽ, സംയോഗം ചെയ്യൽ, മുട്ടുപൊക്കളിനിടയിൽ ഇണങ്ങിച്ചേരൽ, ത്വലാഖ് ചൊല്ലൽ. ഇവയെല്ലാം ഹൈല്, നിഫാസ് എന്നിവ കൊണ്ട് ഹറാമായ കാര്യമാണ്. അഥവാ ഹൈല്, നിഫാസ് ഉള്ള സമയത്ത് ഹറാമായ കാര്യമാണ്. അഥവാ ഹൈലോ നിഫാസോ ഉള്ള സ്ത്രീകൾക്ക് ഹറാമായ കാര്യമാണ് നിസ്കാരം, നോമ്പ്, സുജൂദ്, തവാഫ്, ഖുർആൻ ഓതൽ, ഖുർആൻ എഴുതപ്പെട്ടത് തൊടലും ചുമക്കലും, പള്ളിയിൽ താമസിക്കൽ എന്നിവ. രണ്ടാമത്തെ പാർട്ടിൽ പറയുന്നത് ഹൈദ്, നിഫാസ് ഉള്ളവരും അതേപോലെ തന്നെ അവരോടുമായി അടുപ്പമുള്ള അല്ലെങ്കിൽ അവരെ കൂടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് ഹറാമായ കാര്യങ്ങളാണ്. ഒന്ന് സംയോഗം ചെയ്യൽ, മുട്ടുപൊക്കളിനിടയിൽ ഇണങ്ങിച്ചേരൽ, ത്വലാഖ് ചൊല്ലൽ. അഥവാ ഭർത്താവ് ഹൈദോ നിഫാസോ ഉള്ള സ്ത്രീകളെ ത്വലാഖ് ചൊല്ലൽ ഹറാമാണ്. പ്രത്യേക ശ്രദ്ധക്കുള്ള ഒരു വിഷയമാണ് ഇവിടെ പറയുന്നത്. രാത്രി രക്തം നിന്നാൽ കുളിക്കും മുമ്പ് നോമ്പെടുക്കാം. രാത്രി ഒരു സ്ത്രീക്ക് രക്തം നിന്നാൽ അവൾക്ക് സുബിഹി ആകുന്നതിന് മുമ്പ് കുളിച്ചിട്ടില്ലെങ്കിലും അവൾക്ക് നോമ്പ് എടുക്കാം. രണ്ടാമത്തേത്, കുളിക്കുന്നതിന് മുമ്പ് സംയോഗം ചെയ്യാൻ പാടില്ല. ഹൈലോ നിഫാസോ കഴിഞ്ഞാൽ കുളിച്ചതിന് ശേഷം മാത്രമേ സംയോഗം അനുവദനീയമാവുകയുള്ളൂ. കുളിച്ചിട്ടില്ല എങ്കിൽ സംയോഗം ചെയ്യാൻ പാടില്ല. മൂന്നാമത്തെ വിഷയം, ഹജ്ജ് ചെയ്യുമ്പോൾ തവാഫ് ഒഴികെ മറ്റു കർമ്മങ്ങളെല്ലാം ചെയ്യാം. തവാഫ് ശുദ്ധിയായ ശേഷം ചെയ്യണം. ഹജ്ജ് ചെയ്യുന്ന സമയത്താണ് ഹൈദുണ്ടായത് അല്ലെങ്കിൽ നിഫാസ് ഉണ്ടായത് എങ്കിൽ തവാഫ് ഒഴികെ മറ്റുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യാം. തവാഫ് മാത്രം ശുദ്ധിയായ ശേഷമാണ് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ രക്തത്തിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇസ്തിഹാലത്ത് എന്നുള്ളതാണ്. അഥവാ രോഗരക്തം. രോഗത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന രക്തത്തിനെയാണ് ഇസ്തിഹാലത്ത് എന്ന് പറയുന്നത്. അതേത് നമുക്ക് നോക്കാം. ഹൈല്, നിഫാസിൻ്റെ സമയത്തല്ലാതെ വരുന്ന രക്തമാണിത്. ഇതിന് സമയപരിധിയില്ല. ഇസ്തിഹാദത്ത് ഉള്ളപ്പോൾ മേൽ പറഞ്ഞവയൊന്നും നിഷിദ്ധമല്ല. അഥവാ ഹൈലിൻ്റെയോ നിഫാസിൻ്റെയോ സമയം അല്ലാത്ത സമയത്ത് വരുന്ന രക്തമാണ് ഇസ്തിഹാദത്ത് അഥവാ രോഗഭാഗമായി വരുന്ന രക്തം. ഈ സമയത്തൊന്നും
ഹൈലോ നിഫാസോ ഉള്ളപ്പോൾ ഹറാമായ കാര്യങ്ങളൊക്കെയുണ്ട്, അതൊന്നും ഹറാമാകുന്നതല്ല. അഥവാ എല്ലാം ചെയ്യൽ അനുവദനീയമാണ്. നിസ്കരിക്കാം, നോമ്പെടുക്കാം, ഖുർആൻ ഓതാം. ഇങ്ങനെയുള്ള എന്തൊക്കെ ഹൈല് നിഫാസിൻ്റെ സമയത്ത് പാടില്ലായിരുന്നോ അതൊക്കെ അവർക്ക് അനുവദനീയമാണ്. ഇതാണ് ഇസ്തിഹാലത്ത് എന്നുള്ള ഈ രക്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് തദ്രീബാത്തിലേക്ക് കടക്കാം. തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം അജിബ് അനിൽ അസീലത്തി താലിയ, താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നതാണ്. ചോദ്യം 1, ഹൈലുണ്ടാകാൻ ഏറ്റവും കുറഞ്ഞ പ്രായം എത്ര? ഹൈലുണ്ടാകാൻ ഏറ്റവും കുറഞ്ഞ പ്രായം എത്ര? 9 വർഷം, അഥവാ ചാന്ദ്ര വർഷത്തിലെ 9 വർഷമാണ് ഹൈലുണ്ടാകാൻ ഏറ്റവും കുറഞ്ഞ പ്രായം. ചോദ്യം 2, നിഫാസിൻ്റെ സാധാരണ കാലം എത്ര ദിവസം? ഉത്തരം 40 ദിവസം. നിഫാസിൻ്റെ സാധാരണ കാലം 40 ദിവസം. ചോദ്യം 3, ഇസ്തിഹാലത്ത് കാരണം നിസ്കാരം ഒഴിവാക്കാമോ? ഉത്തരം ഒഴിവാക്കാൻ പറ്റില്ല. ഇസ്തിഹാലത്തിൻ്റെ കാരണം കൊണ്ട് നിസ്കാരം ഒഴിവാക്കാൻ പറ്റില്ല. ചോദ്യം 4, ഹൈലിൻ്റെ സമയം കുറഞ്ഞത് എത്ര ദിവസമാണ്? ഹൈലിൻ്റെ സമയം കുറഞ്ഞത് 1 ദിവസമാണ്. ഹൈലിൻ്റെ സമയത്തിൽ കുറഞ്ഞത് 1 ദിവസമാണ്. ചോദ്യം 5, ഹൈല് നിഫാസുകാർക്ക് ഹറാമായവയിൽ 3 പറയുക. ഹൈല് നിഫാസുകാർക്ക് ഹറാമായ ചില കാര്യങ്ങളുണ്ട്, അതിൽ നിന്ന് ചിലത് മാത്രം ഇവിടെ നമുക്ക് നോക്കാം. നിസ്കാരം, നോമ്പ്, സുജൂദ്, തവാഫ്, ഖുർആൻ ഓതൽ. നിസ്കാരം, നോമ്പ്, സുജൂദ് ചെയ്യൽ, തവാഫ് ചെയ്യൽ, ഖുർആൻ ഓതൽ. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം അഥവാ തദ്രീബാത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം, ലഅ അലാമത്ത സഹീഹൻ ഔ ഖത്അൻ വസഹിഹിൽ ഖത്അ, ശരിയായതിന് ശരിയെന്നും തെറ്റിന് തെറ്റ് എന്നും അടയാളപ്പെടുത്തണം. തെറ്റിന് ശരിയാക്കി എഴുതുകയും വേണം. നമുക്ക് നോക്കാം. നിഫാസിൻ്റെ കൂടിയ സമയം 90 ദിവസമാണ്. അത് തെറ്റാണ്. 60 ദിവസമാണ് കൂടിയാൽ. നിഫാസിൻ്റെ കൂടിയ സമയം 60 ദിവസം. 2, ഇസ്തിഹാലത്ത് ഉള്ളപ്പോൾ നോമ്പ് നോൽക്കാം. അത് ശരിയാണ്. ഇസ്തിഹാലത്ത് ഉള്ളപ്പോൾ നോമ്പ് നോക്കാം. ചോദ്യം 3, 8 വയസ്സുള്ള പെൺകുട്ടിയിൽ നിന്ന് വന്ന രക്തം ഹൈല് ആകും. അത് തെറ്റാണ്. 9 വയസ്സിന് 16 ദിവസം മുമ്പ് ആണെങ്കിൽ അത് ഹൈലാണ്. ഇവിടെ 8 വയസ്സുള്ള സമയത്താണ് വന്നത്, അതുകൊണ്ട് അത് ഹൈല് രക്തമാവുകയില്ല. 9 വയസ്സിന് 16 ദിവസം മുമ്പ് അല്ല വന്നത്, ഇത് 1 വർഷം മുമ്പാണ് വന്നത്, അതുകൊണ്ട് ഹൈലാകൂല. ചോദ്യം 4, 2 ഹൈലിനിടയിലെ കുറഞ്ഞ ശുദ്ധി 10 ദിവസം. അത് തെറ്റാണ്. 2 ഹൈലിനിടയിലെ കുറഞ്ഞ ശുദ്ധി 15 ദിവസമാണ്. ചോദ്യം 5, ഹൈല് ഉള്ളപ്പോൾ ഖുർആൻ ഓതാൻ പാടില്ല. ശരിയാണ്. ഹൈല് ഉള്ളപ്പോൾ ഖുർആൻ ഓതാൻ പാടില്ല. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം അന്നശാത്തു തത്ബീഖി അഥവാ പ്രാക്ടിക്കൽ പ്രവർത്തനമാണ്. ഒരു പട്ടികയിൽ 3 ഇനം രക്തങ്ങളുടെ പേര്, അവയുടെ സമയങ്ങളിൽ കൂടിയത്, കുറഞ്ഞത്, സാധാരണ എന്നിവ ചേർക്കുക. നമുക്ക് നോക്കാം. 3 തരം രക്തം ഏതെല്ലാം? 1 ഹൈല്, 2 നിഫാസ്, 3 ഇസ്തിഹാലത്ത്. ഹൈല് ഏറ്റവും കുറഞ്ഞത് 1 ദിവസമാണ്. ഹൈലിൽ നിന്ന് സാധാരണ 6 അല്ലെങ്കിൽ 7 ദിവസമാണ്. ഹൈലിൽ നിന്ന് കൂടിയത് 15 ദിവസമാണ്. നിഫാസ് കുറഞ്ഞത് അല്പസമയമാണ്. നിഫാസിൽ സാധാരണ 40 ദിവസമാണ്. നിഫാസിൽ കൂടിയത്
60 ദിവസമാണ്. മൂന്നാമത്തെ രക്തമാണ് ഇസ്തിഹാദത്ത്. ഇസ്തിഹാദത്ത് അതൊരു രോഗരക്തമാണ്. ഹൈദ്, നിഫാസ് എന്നിവയുടെ സമയത്തല്ലാതെ വരുന്ന രക്തമാണ്. ഇതിന് സമയപരിധിയില്ല. അതുകൊണ്ട് കുറഞ്ഞതോ സാധാരണയോ കൂടിയതോ ഇതിന് പ്രത്യേകമായിട്ടുള്ള സമയപരിധി ഇല്ല. ഇതാണ് 3 രക്തങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു നല്ലത് പോലെ പഠിച്ച് പരീക്ഷയിൽ നല്ല മാർക്ക് നേടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.